നിർഭം പറഞ്ഞതാ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ ക്ലിപ്പ് ഇപ്പൊ കയറി വന്ന ചാരനുണ്ടല്ലോ, ആ ചാരൻ തന്നെ നാസർ സുല്ലമി, കേട്ടോളൂ. അദ്ദേഹം നടത്തിയ 2 തട്ടിപ്പ്. ഒന്നാമത്തെ തട്ടിപ്പാണേത്? അഖ്സാ ഗായത്തുൽ വൽ ഖുദൂഇ എന്ന് പറഞ്ഞിട്ടുള്ള തട്ടിപ്പ്. ആ തട്ടിപ്പ് വെച്ച് ജനങ്ങളെ മുമ്പിൽ കിടക്കണ്ട. അത് മനുഷ്യന്റെ മുമ്പിൽ വരുന്നതാ, അത് ഉണ്ടാവണതാ. എപ്പോഴാ ഉണ്ടാവണത്? എല്ലാ ബന്ധവും കഴിഞ്ഞു, ഒരു കാര്യകാരണ ബന്ധവും നമ്മുടെ മുമ്പിലില്ല. നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു മാർഗമില്ല. അങ്ങനത്തെ ഒരു മാർഗം അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് വരുമ്പോഴാണ് ആ ഒരു അഖ്സാ ഗായത്തുൽ ഖുദൂഇ വ തദല്ലുൽ എന്ന ചിന്ത വരുന്നത്. ആ ചിന്തയാണ് ശബരിമലയിൽ പോകുന്ന ഒരു ഹൈന്ദവ സഹോദരന്, ക്രൈസ്തവൻ സഹോദരന്, ബദരീങ്ങളെ വിളിക്കുന്ന മുഹിയുദ്ദീൻ ശൈഖിനെ വിളിക്കുന്ന മുസ്ലിമിനെ ജിന്നിനെ വിളിക്കുന്ന ഒരു ജിന്നൂരിക്കുള്ളത്. അങ്ങനെ വരുമ്പോൾ അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ഭൗതികമായ കാര്യകാരണ ബന്ധമല്ല, അഭൗതികമായ കാര്യകാരണ ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ അത് ശിർക്കുമാണ്. ശ്രദ്ധിച്ചോളി. കരക്ക് നിൽക്കുന്ന ജോസഫിനോട് ചോദിച്ചാൽ അഖ്സാ ഗായത്തുൽ ഖുദൂഇ വ തദല്ലുൽ വരൂല. അവിടെ ഒരു ജിന്നുണ്ടെങ്കിലോ, ജിന്നുണ്ടെങ്കിൽ മനസ്സിലാവില്ല എന്നിപ്പോ നമ്മൾ തന്നെ പറഞ്ഞു. അവിടെ ഒരു ജിന്നുണ്ടെങ്കിൽ മനസ്സിലാവില്ല എന്നിപ്പോ നമ്മൾ തന്നെ പറഞ്ഞു. ഇനി ഒരാൾ അങ്ങനെ അവിടെ ഒരു ജിന്ന് ഉണ്ടെങ്കിൽ എന്നെ കരക്ക് വെച്ച് രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചാൽ, അത് പാടില്ലാത്ത ഹറാമായ വിളിയാണത്, ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ്. ശ്രദ്ധിച്ചോളി കേട്ടോ. ആ വിളി എന്താണ്? ആ വിളി എന്താ? ഹറാമുമാണ്, ശിർക്കിലേക്ക് പോകുന്ന, അത് വസീലത്ത് ശിർക്കുമാണ്. പക്ഷെ വിളി കൊണ്ടാൽ ഇസ്ലാം ഇത് പുറത്തു പോകൂല എന്ന് മാത്രമേ ഉള്ളൂ. വളരെ ഹറാമ് ചെയ്തു, വസീലയിൽ ശിർക്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ? അപ്പൊ ഹറാമ് ചെയ്തു, വസീലത്ത് ശിർക്ക് ചെയ്തു എന്നാ ഞാൻ പറഞ്ഞത്. കുഴപ്പമില്ല എന്നാ ഞാൻ പറഞ്ഞത്. പ്രാർത്ഥനയാണോ ശിർക്ക് തന്നെയാണ്. പക്ഷെ പ്രാർത്ഥന അല്ല. ഇവിടെ ഉണ്ടെങ്കിൽ ഒച്ച കേൾക്കണ പരിധിയിലുണ്ടെങ്കിൽ കേൾക്കട്ടെ എന്ന് വിചാരിച്ചാണ്. അങ്ങനെ ഉണ്ടെങ്കോ എന്താ നമുക്ക് അറിയോ? അറിയില്ല. സങ്കല്പ ചോദ്യാണ്. അപ്പൊ ഇതിനങ്ങനെ തന്നെ മറുപടി പറഞ്ഞു. ഇതാണ് വിഷയം. ഇതിലെവിടെയാ സുഹൃത്തുക്കളെ? ഇപ്പൊ ചില ആളുകൾ ചോദിക്കാം, ഒക്കെ ശിർക്കാന്നാണ് പറഞ്ഞൂടെ നിങ്ങൾക്ക്? അങ്ങനെ പറയാൻ പറ്റുമോ? ശിർക്കാണെന്ന് ഉറപ്പുള്ളല്ലാത്തൊക്കെ ശിർക്ക് എന്ന് പറയാൻ പറ്റുമോ? ഒരു കാര്യം ഹറാമ്, ഹലാല്, ശിർക്ക്, കുഫ്ർ ഇതൊക്കെ വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മുജാഹിദ് പ്രസ്ഥാനം ജിന്നിനോട് എന്ത് ചോദിച്ചാലും ശിർക്കാകും എന്നൊരു തത്വം മുമ്പ് പഠിപ്പിച്ചിട്ടില്ല. ഇന്ന് എനിക്കതിന് ശിർക്കാരോപിച്ച് നടക്കുന്ന ഈ അനസ് മുസ്ലിയാർ, കരയിൽ വീണാൽ, പുഴയിൽ വീണാൽ കരയിലെ ജിന്നിനെ വിളിച്ചാൽ കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് പ്രചരിപ്പിക്കുന്ന ആള് 2009 8-ാം മാസം തിരുവനന്തപുരത്ത് വെച്ച് ഒരു മടവൂർ വിഭാഗക്കാരൻ ചോദ്യം ചോദിച്ചു, ജിന്നിനോട് ചോദിക്കുന്നതിൽ ശിർക്ക് ആകാത്ത വല്ല ചോദ്യം ഉണ്ടോ? കേട്ടോളൂ. സഹായം തേടിയാൽ ശിർക്ക് ആകില്ലേ എന്നാണ് ചോദിച്ചത്. ശിർക്ക് ആകുമോ അല്ലേ? അതല്ല ഇനി ശിർക്ക് ആവാത്ത വല്ല സഹായം തേട്ടവും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. പിന്നെ നിങ്ങൾ പറഞ്ഞു ജിന്നിനെ കണ്ടാൽ സഹായം ചോദിക്കാന്ന്. കാണുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അതിന് ഇല്ലാത്ത കാര്യം എന്തിനാ പറയുന്നത്? കാണാത്ത നിലയിൽ സഹായം ചോദിച്ചാൽ ശിർക്കാകാത്ത വല്ലതുമുണ്ടോ? അതാണ് ചോദ്യം. അതല്ലാതെ ഞാൻ മടഗ്രൂപ്പൊന്നുമല്ല, ഞാൻ അനുഭാവിയാണ്. പക്ഷേ അതിന് എനിക്ക് ഖുർആനും സുന്നത്തും അനുസരിച്ച് മറുപടി പറയുക. ഞാൻ ഇത്രയൊക്കെ ഓതിയത് വെറുതെയാ? ഇനി വേറെ വല്ല ഖുർആൻ ഉണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ. ഒരു ഷിയാക്കക്ക് ഖുർആൻ എടുത്ത 14,000 ആയത്തെന്ന് പറഞ്ഞത്, ആ ആയത്തിൽ നിന്ന് ഖുർആൻ ഓതാൻ എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞത് എന്താ? ജിന്നുകളോട് സഹായം തേടാനല്ല. ഇനി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജിന്നുകളോട് സംസാരിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു. അതൊരു മറ്റൊരു ഹദീസ്, ആ ഖുർആൻ തന്നെയാണത്. അതും ഖുർആൻ തന്നെ ഞാൻ പറഞ്ഞത്. അപ്പൊ ജിന്നുകളുമായി സുലൈമാൻ നബി സംസാരിച്ചു. അത് ശിർക്കാണ് എന്ന് ഞാൻ പറയില്ല, ലോകത്താരും പറയില്ല, അതറിയുന്നവരാരും പറയില്ല. അപ്പൊ ജിന്നുകളോട് ഏതെങ്കിലും നിനക്ക് സഹായം തേടിയാൽ ശിർക്കാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റയടിക്ക് ശിർക്കാണ്, ബലം പിടിച്ച് മസിൽ പിടിച്ചൊക്കെ പറയാൻ എളുപ്പമാണ്. അപ്പോൾ അതിങ്ങനെ പറയുമ്പോൾ അതിനപ്പുറത്ത് നിങ്ങൾ മറ്റേ വാദമായിട്ട് വരും. അപ്പൊ ഞാൻ അത് പരിഗണിക്കണം, ഇസ്ലാമിന്റെ ഒരു ഹുക്കുമ ഞാൻ നോക്കണം. അപ്പൊ അതിനൊക്കെ കണക്ക് കൂട്ടിയാണ് ഞാൻ മറുപടി പറയുക. ഇപ്പൊ പിന്നെ ഒന്നും കണക്ക് കൂട്ടല്ലോ. ഇപ്പൊ നൂർഷ പറഞ്ഞോ സലഫി പറഞ്ഞോ നോക്കിയാൽ മതി. ഇസ്ലാമിന്റെ ഹുക്കുമും നോക്കണ്ട, വേറെ ചോദ്യം വരുമൊന്നും നോക്കണ്ട, ഖുർആനിലുണ്ടോ ഒന്നും നോക്കണ്ട. ഇപ്പൊ മസിൽ പിടിച്ചിട്ട് ശിർക്ക് ശിർക്ക് ഒരേ തുറക്ക പുറത്ത് എന്ത് ശിർക്ക് തൗഹീദ് അങ്ങനത്തെ വേറൊന്നും ഇപ്പല്ല. ഹറാമോ? ശിർക്ക് എല്ലാം ശിർക്ക. വ്യഭിചാരം ശിർക്ക്. എന്താ ശിർക്കല്ല എന്ന് പറഞ്ഞാൽ തെറ്റല്ല എന്നല്ലേ അർത്ഥം. നിങ്ങൾ പഠിച്ചില്ല അങ്ങനെ? മുജാഹിദുകൾ അങ്ങനെ പഠിച്ചില്ലോ? വ്യഭിചാരം ശിർക്കല്ല. കണ്ടോ, വ്യഭിചരിക്കാന്നാ പറഞ്ഞ്.
ആരെങ്കിലും പറയൂ മദ്യപാനം ശിർക്കല്ല? കണ്ടോ, മദ്യപിക്കാന്നാ പറഞ്ഞത്. മോഷണം ശിർക്ക്, ഒക്കെ ശിർക്ക് അറിഞ്ഞോളി. മദ്യപാനവും ശിർക്ക്, മോഷണവും ശിർക്ക്, നുണപറയലും ശിർക്ക്, പലിശാകലും ശിർക്ക്, ഗീബത്തും ശിർക്ക്, നമീമത്തും ശിർക്കല്ലാത്തൊന്നും ഒക്കെ ശിർക്ക് ശിർക്ക് ശിർക്ക്. മസിൽ പിടിച്ച് പറയുന്നേ. അങ്ങനെ മസിൽ പിടിച്ച് പറയണോ ഇസ്ലാമിലില്ല. ഇസ്ലാമിന്റെ ഹുക്മ നോക്കണം. നോക്കി കേട്ടോളൂ. ഇനി എന്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്, അതിനനുസരിച്ച് ഉത്തരം കിട്ടണമെന്ന് വിചാരിച്ചൊരു ചോദ്യം ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന രൂപം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായും ആ വഴിക്ക് ഞങ്ങൾ പോകൂല, ആ വഴിക്ക് ഞങ്ങൾ വിശദീകരിക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേർക്ക് നേരെ കാര്യം പറഞ്ഞു തരിക. മനസ്സിലാക്കാനുള്ള ബുദ്ധി തന്നു, ചിന്തിക്കാനുള്ള ബുദ്ധി തന്നു. ആ ബുദ്ധി അനുസരിച്ച് കൊണ്ട് സ്വീകരിക്കാവുന്നതാണ്. നേർക്ക് നേരെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ജിന്ന്, ആ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ആ ജിന്ന് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ഒരു സൃഷ്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുമായി ബന്ധപ്പെടാൻ നമ്മളോട് പറഞ്ഞില്ല. ഏതെങ്കിലും ഒരു കാര്യം അതുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കാനും പറഞ്ഞില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനോട് ചോദിക്കാൻ പറഞ്ഞില്ല. ഇനി അതല്ല, മനുഷ്യന്റെ പ്രയാസമുണ്ടാകുന്ന പ്രാർത്ഥനയുടെ ഘട്ടമാണെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ശൈത്താന്മാരോട് ഇസ്തിആദത്ത് നടത്തിയവരുണ്ട്, പിശാചുക്കളിൽ തവക്കുലാക്കിയവരുണ്ട്, ഖുർആൻ അതിനെ വിമർശിച്ചിട്ടുണ്ട്, അവരോട് പ്രാർത്ഥിച്ചവരുണ്ട്. അത് ശിർക്കാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ നിലക്ക് അവരോട് പ്രാർത്ഥിക്കുവാനോ തേടുവാനോ ഒന്നും പാടില്ല. അതേ നിലക്ക് ഒരാളെ സംബന്ധിച്ചിടത്തോളം ജിന്ന് നേർക്ക് നേരെ വന്നു, അല്ലെങ്കിൽ അയാൾക്ക് മുന്നിൽ ജിന്ന് കീഴ്പ്പെടുത്തപ്പെട്ട അള്ളാഹുവിന്റെ പ്രത്യേകമായ തീരുമാനപ്രകാരം, എങ്കിൽ അയാൾക്ക് ആ ജിന്നുമായി സംസാരിക്കുകയോ ജിന്നിനെ കൊണ്ട് പണിയെടുപ്പിക്കുകയോ ചെയ്താൽ അത് ശിർക്കാണെന്നോ കുഫ്റാണെന്നോ പറയുക സാധ്യമല്ല. ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പറയുന്നത് ജിന്ന് കേട്ടോളും എന്ന് വിശ്വസിച്ചാലും അതും ശിർക്കാവുകയില്ല. ഒരാൾ സംസാരിക്കുന്നത് മലക്ക് കേട്ടോളും എന്ന് വിചാരിച്ചാലും ശിർക്കാവുകയില്ല. ഇതിനൊക്കെ ഖുർആനിലും ഹദീസിലും ഒക്കെ ഒരുപാട് തെളിവുകളുണ്ട്. ഒരുപാട് തെളിവുള്ള കാര്യം അതൊക്കെ. ആ തെളിവൊക്കെ ഇപ്പൊ മിണുങ്ങി. 2011 KNM ഇലക്ഷൻ വന്നപ്പോ ആ തെളിവൊക്കെ മിണുങ്ങി. ഇപ്പൊ എന്ത് ചോദിച്ചാലും ശിർക്ക. ജിന്നിനോട് മിണ്ടിയ ശിർക്ക. കണ്ടോ? കേട്ടോളി, ബാക്കി കേട്ടോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. നീ താഴ്വരകളെ, ആട്ടിൻപറ്റങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളാണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇതാക്കുന്ന ഫിൽ ഗനമി വൽ ബാദിയ, വല്ല താഴ്വരയിലോ അതുപോലെ തന്നെ ആട്ടിൻകൂട്ടങ്ങളോടൊപ്പമോ ആയി കഴിഞ്ഞാൽ നമസ്കാരത്തിന് വേണ്ടി സമയമായാൽ ഫർഫഅ സൗതക, നിന്റെ ശബ്ദം നീ ഉയർത്ത്. കാരണം നീ ബാങ്ക് കൊടുത്താൽ നിന്റെ ശബ്ദം ജിന്നുകൾ കേൾക്കും, മലക്കുകൾ കേൾക്കും, മറ്റുള്ളത് കേൾക്കുന്നവരൊക്കെ കേൾക്കും. അങ്ങനെ കേട്ടാൽ അവർ സാക്ഷി നിൽക്കും എന്നൊക്കെ ഹദീസിലുണ്ട്. അവൻ മനുഷ്യന്മാർ സംസാരിക്കുന്ന മറ്റുള്ളവർ കേൾക്കും. അങ്ങനെ കേട്ടു എന്ന് വിശ്വസിച്ചാലോ അവർ കേൾക്കുമെന്ന് പറഞ്ഞാലോ അതൊന്നും ശിർക്കാവുകയില്ല. നേരെ മറിച്ച് നമ്മളോടല്ല പറഞ്ഞത് ജിന്നുകളോട് സഹായം തേടാനല്ല, നേരെ മറിച്ച് മനുഷ്യർ പരസ്പരം സഹായം തേടാം. പ്രാർത്ഥന അത് അള്ളാഹുവിനോട് മാത്രമായിരിക്കണം എന്നതാണ്. ആ നിലപാടാണ് മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാടാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത്. അപ്പൊ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമായിരിക്കണം. അത് നമ്മളിപ്പോഴും മുജാഹിദ് പ്രസ്ഥാന നിലപാട് തന്നെയാണ്. പ്രാർത്ഥന അല്ലാത്തൊരു ചോദ്യം ഉണ്ടായാലോ മസിൽ പിടിച്ച് ശിർക്കാന്ന് പറയണോ? പറയണ്ട. അതേ ഞാനും ചെയ്തിട്ടുള്ളൂ. പുഴയിൽ വീണ ഒരാൾ ജിന്നെ രക്ഷിക്കണം പ്രാർത്ഥിച്ച അത് ശിർക്കാണ്. എന്റെ മനസ്സിൽ പ്രാർത്ഥന അല്ല, ഇവിടെ ഒരു ജിന്ന് ഉണ്ടെങ്കിൽ ജിന്ന് കേട്ടോട്ടെ എന്ന് ചോദിക്കാൻ പാടില്ല. അത് ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ്, ഹറാമാണ്. കണ്ടോ, ശിർക്ക് എന്ന് പറയണില്ല. എങ്ങനെയുണ്ട്? എല്ലാം ശിർക്ക് എന്ന് പറയണോ? അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടല്ല. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പഴയ നിലപാടിലുള്ള ഇപ്പൊ ഞങ്ങളാണ്. എല്ലാം മസിൽ പിടിച്ച് ശിർക്കാന്ന് പറയുന്ന സ്വഭാവത്തിലേക്ക് ഇപ്പൊ നിങ്ങൾ മാറി, മടവൂരികളെ ലൈനിലേക്ക് നിങ്ങൾ പോയി. അതാണ് പ്രസ്ഥാനം. പിന്നുള്ളത് എന്താ? നിങ്ങള് പുഴക്കര കഴിഞ്ഞാൽ പിന്നെ അയിമ പിടിച്ചു നിൽക്കാൻ കഴിയൂല എന്നുമ്പോ ചൂണ്ടയിടാനാ സക്കരിയ സലാഹി പറയണത്. ജിന്ന് സുഹൃത്തിനെയും കുട്ടി മീൻ പിടിക്കാൻ പോകാ എന്നാ സക്കരിയ സലാഹി പറയുന്നത്. ജിന്ന് സുഹൃത്തുണ്ട് നിങ്ങളല്ലേ പറഞ്ഞത്, ഞാനല്ലല്ലോ. ജിന്ന് സുഹൃത്തുണ്ടെങ്കിൽ ആ സുഹൃത്തിനോട് സംസാരിക്കാ, വിശേഷം ചോദിക്കാ. അനസ് പറയുന്നത് കേട്ടോളൂ. ജിന്ന് സുഹൃത്തുണ്ടോ അല്ല അനസ് പറയട്ടെ. കാണാം. അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. ജിന്നുകൾക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ അവരോട് സഹായം ചോദിച്ചാൽ അത് പ്രാർത്ഥനയല്ല. അതിനെ പുഴക്കരയിലുള്ളൂ. മനസ്സിലായില്ലേ? കഴിവ് നൽകപ്പെട്ട വിഷയത്തിലാണ് സഹായം ചോദിക്കുന്നത്, അത് പ്രാർത്ഥനയല്ല. പ്രാർത്ഥനയാണെങ്കിൽ ശിർക്കാന്ന് ഞാൻ തന്നെ പറഞ്ഞില്ലേ? ഒക്കെ പറഞ്ഞിട്ടുണ്ടോ? എല്ലാം എന്റെ ക്ലിപ്പിന് കേട്ടോളൂ. അപ്പൊ ജിന്നുകൾക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും ഒരാൾ സഹായം ചോദിച്ചാൽ അതിനെയും പ്രാർത്ഥനയാണ് എന്ന് പറയാൻ കഴിയില്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ജിന്ന് ഇവിടെ വരികയാണ്. ആ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇവിടെ വന്നു, എനിക്ക് അയാളെ കാണാം. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ഞാനോട് സംസാരിക്കണം. എന്താ ജിന്ന സുഖാണോ, എവിടുന്നാ വരുന്നത്, എങ്ങനെയുണ്ട് എന്ന് അയാളോട് സംസാരിച്ചാൽ അത് അഭൗതികമല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചോദിച്ചതുകൊണ്ട് ശിർക്കാവുകയുമില്ല. എങ്ങനെയുണ്ട്?
ഒരു ജിന്ന് ഇവിടെ ഏതെങ്കിലും രൂപത്തിൽ വന്നു, പട്ടിയായോ പൂച്ചയായോ മനുഷ്യനായോ എങ്ങനെയോ രൂപത്തിൽ വന്നു. പല മുസ്ലിയാർക്ക് അദ്ദേഹത്തെ കാണാം. ജിന്ന് സുഹൃത്ത്, എന്താ സുഹൃത്തെ, ജിന്ന് സുഹൃത്തെ, എന്തൊക്കെയുണ്ട് വിഷയം? കൊല്ലത്ത് പോകാറുണ്ടോ? അത് സാറിനെ കാണാറുണ്ടോ? CD ടവർ കയറി ഇറങ്ങാറുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അത് ശിർക്കല്ല. കണ്ടോ? അപ്പൊ ജിന്ന് സുഹൃത്തുണ്ട് എന്ന് ആരാ പറഞ്ഞത്? സക്കരിയ സലാഹിയ. അപ്പൊ ജിന്ന് സുഹൃത്തിനോട് വിശേഷമൊക്കെ ചോദിക്കാം, തോളിലൊക്കെ കൈയിട്ട് വർത്താനൊക്കെ ചോദിച്ച് സുഖാണോ എന്തൊക്കെ വിവരങ്ങളൊക്കെ ചോദിച്ചാൽ അത് ശിർക്കല്ല. എടാ ജിന്നെ ഒന്ന് കൈ പിടിക്കടാന്ന് പറഞ്ഞാൽ അപ്പൊ ശിർക്ക്, ശിർക്ക്, ശിർക്ക്. ഓതി കൊടുക്കലുണ്ടായിട്ട് മുശ്രിക്ക്, മുശ്രിക്ക്. നേരത്തെ കേട്ടില്ലേ? അപ്പൊ ജിന്ന് സുഹൃത്തുണ്ട്. വാസ്തവത്തിൽ എന്താ സംഗതി എന്നറിയോ? ഈ പുഴക്കരേന്റെ ക്ലിപ്പിനെ പറ്റി എനിക്കൊരു ചോദ്യം വന്നു. ഇങ്ങനത്തെ സാങ്കല്പിക ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാതിരിക്കുന്നതല്ലേ നല്ലത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഉത്തരം പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞില്ല എന്നായിരിക്കും പ്രശ്നം. അപ്പോ ഇങ്ങോട്ട് സാങ്കല്പിക ചോദ്യം ചോദിച്ചു, ഞാൻ അങ്ങോട്ടൊരു സാങ്കല്പിക ചോദ്യം ചോദിച്ചു. അപ്പൊ ജിന്ന് സുഹൃത്തുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത്, അവരോട് വിശേഷമൊക്കെ ചോദിക്കാൻ. അങ്ങനെയാണെങ്കിൽ ആ ജിന്ന് സുഹൃത്തിനെ കുട്ടി നിങ്ങൾ മീൻ പിടിക്കാൻ പോയി എന്ന് വിചാരിച്ചോ? സാങ്കല്പികാണല്ലോ. അങ്ങനെ നിങ്ങൾ ജിന്ന് സുഹൃത്ത് മീൻ പിടിച്ചോണ്ടിരിക്കുമ്പോ നിങ്ങൾ ഇപ്പോഴും തന്നെ വീണു, അടാ ജിന്നെ ഒന്ന് പിടിക്കടാന്ന് പറഞ്ഞു, അത് ശിർക്ക? ഞാൻ അങ്ങോട്ട് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോളൂ ഞാൻ പറഞ്ഞത്. പുഴയിൽ വീണാൽ സമീപത്ത് ആളില്ലെങ്കിൽ ജിന്നായ എന്ന സംഘത്തിൽ തികം ഭാവനകളിലും സങ്കല്പങ്ങളും കെട്ടിയുയർത്തുന്ന വിജ്ഞാന തൽപരതയില്ലാത്ത ചോദ്യങ്ങൾക്ക് പ്രബോധന വേദി ഉത്തരം പറയാതിരിക്കുന്നതിനേക്കാൾ ആ പ്രവണത അവഗണിക്കുന്നതല്ലേ കൂടുതൽ ഉത്തമമായത്? നമ്മൾ മറുപടി പറഞ്ഞില്ലെങ്കിൽ അതായിരിക്കും, കണ്ടോ ഉത്തരല്ല എന്നായിരിക്കും. പിന്നെ അത് ശിർക്കാണെന്ന് പറഞ്ഞാലോ, എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ഒരു ജിന്ന് ഇവിടെ ഉണ്ടെങ്കിൽ ആ ജിന്നിന്റെ കൈ പിടിക്കട്ടെ എന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്റെ മനസ്സിൽ പ്രാർത്ഥന ഇല്ല. ഒരു ഉദാഹരണം വരെ, നിങ്ങളും ഒരു ജിന്നും കൂടി മീൻ പിടിക്കുക, ചൂണ്ടലിടുക, അത് ജിന്ന് സുഹൃത്ത്. അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയാൾക്ക് ഒരു മീൻ കൊത്തി വലിച്ചു, നിങ്ങളെ കിളിപ്പിളും വീണു, എടാ ഒന്ന് പിടിക്കടാ ഇന്നേന്ന് പറഞ്ഞു, അത് ശിർക്ക? അത് ശിർക്ക? അത് ശിർക്കാന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചതാ. അതിപ്പോ എന്റെ പേരിലുണ്ട്. ഇവർക്കൊന്നും ഇവർ ആശയ ദാരിദ്ര്യമാണ്. ഇവർക്കൊന്നും ജനങ്ങളോട് പറയാനില്ലാത്തത് കൊണ്ടാണ്. കണ്ടോ, ജിന്ന് സുഹൃത്ത് ഉണ്ടാവുന്ന പറയണത്, മീൻ പിടിക്കുന്ന പറയണത്. ആയിക്കോട്ടെ, അതിനെന്താ നിങ്ങൾക്ക് ഇത്ര ബേജാറ്? സുഹൃത്തുണ്ട് നിങ്ങളല്ലേ പറഞ്ഞത്, വിശേഷം ചോദിക്കാൻ നിങ്ങളല്ലേ പറഞ്ഞത്. ഏത് കോലത്തിൽ വന്നാലും കാണാവുന്ന രൂപത്തിൽ വന്നാൽ നിങ്ങൾക്ക് എന്താ ജിന്നെ സുഖാണോ എന്നൊക്കെ ചോദിച്ചാൽ അത് ശിർക്കല്ല എന്നല്ലേ പറഞ്ഞത്. പിന്നെ കൈ പിടിക്കടാന്ന് പറയുമ്പോൾ മാത്രമാണ് ശിർക്കാകല. അപ്പൊ ഇതേതില് ഇതൊക്കെ ഊതി വീർപ്പിച്ചിട്ട് സക്കരിയാസലായി ചൂണ്ടടാ പറഞ്ഞോ എന്നിട്ട് എന്ത് ബേജാറ്. ഇവിടെ എന്ത് പറ്റി? ഇസ്ലാമിന്റെ എന്തെങ്കിലും തത്വത്തിന് വല്ല കുഴപ്പവും ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ? അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? അല്ലല്ലാത്തവരെ വിളിച്ച് ഇസ്തിഹാദ നടത്താന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇത് വിഷയം തന്നെ അതല്ല. ഇനി സുഹൃത്തുക്കളെ, ഞാൻ വേഗം വിഷയങ്ങൾ പറഞ്ഞു പോവുകയാണ്. ഇത് ഇന്നലത്തെ ചന്ദ്രിക. മലപ്പുറം ജില്ലാ പേജിൽ AP അബ്ദുൽ ഖാദർ മോലിയുടെ ഫോട്ടോ ഉണ്ട്, അനീഫ് കായക്കൊടിയൊക്കെ ഉണ്ട്. അന്ധവിശ്വാസങ്ങളെ പുനരാനയിക്കാനുള്ള ശ്രമം തിരിച്ചറിയണം AP. കേരള മുസ്ലിങ്ങൾ പുറന്തള്ളിയ അന്ധവിശ്വാസങ്ങൾ മുജാഹിദുകളുടെ പേരിൽ പുനരാനയിക്കാനുള്ള ശ്രമം സമൂഹം തിരിച്ചറിയണമെന്ന് KNM സെക്രട്ടറി AP അബ്ദുൽ ഖാദർ മോലി പ്രസ്താവിച്ചു. 2002 മടവൂരിന്റെ ഇതേ പ്രസ്താവന പത്രത്തിൽ കാണാം. അപ്പൊ 2002 മടവൂരിസത്തിലേക്ക് AP അടക്കമുള്ളവർ ഇപ്പൊ തിരിച്ചുപോയി. അതാ സംഭവിച്ചത്. അന്ധവിശ്വാസത്തെ പുനരാനയിക്കാൻ AP അടക്കമുള്ളവർ പറയട്ടെ, ഏതാണ് അന്ധവിശ്വാസം? ജനങ്ങളെ മുമ്പിൽ ഇന്ന് പലതും അന്ധവിശ്വാസ. ജിന്നു ബാധിക്കുന്ന അന്ധവിശ്വാസ, സിഹിർ ബാധിക്കുന്ന അന്ധവിശ്വാസ, ജിന്നുബാധക്ക് ചികിത്സ ഉണ്ട് എന്ന അന്ധവിശ്വാസ, ജിന്നിന്റെ കഴിവ് ഭൗതികമാണ് എന്ന് പറഞ്ഞ അന്ധവിശ്വാസ, ജിന്ന് രോഗം ഉണ്ടാക്കുന്ന അന്ധവിശ്വാസമാണ്, ജിന്നു വസ്വാസല്ലാത്ത എന്തെങ്കിലും ഭൗതിക ഉപദ്രവം ചെയ്യുന്ന അന്ധവിശ്വാസ, കണ്ണേറിന്റെ അന്ധവിശ്വാസ അല്ലേ? എന്നാ ഇതൊക്കെ സുഹൃത്തുക്കളെ ആരാ അതൊക്കെ കൊണ്ടുവന്നത്? നിങ്ങൾക്കറിയില്ലേ അയ്യൂബ് നബിക്ക് രോഗം ബാധിച്ചതിനെ കുറിച്ച്? അന്നീ മസ്സനിയ ശൈത്താൻ, എന്നെ പിശാച് ബാധിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനത് പറഞ്ഞു. പിശാചിന്റെ അയ്യൂബ് നബിയുടെ രോഗത്തിൽ പിശാചിന് പങ്കുണ്ട്. അപ്പോൾ പേരോട് ക്ലിപ്പിട്ട് പറയാൻ തുടങ്ങി മുജാഹിദുകൾ കൂട്ടത്തോടെ ശിർക്കിലേക്ക്. ഞാൻ മറുപടി കൊടുത്തു. എന്താ അതിലുള്ളത്? ബാക്ടീരിയയും വൈറസും ഫംഗസും ഒക്കെ രോഗത്തിന് കാരണമാകുന്നത് പോലെ ജിന്ന് മനുഷ്യത്തിൽ പ്രവേശിച്ചാലും ചിലപ്പോൾ രോഗമുണ്ടായേക്കാം. അതിലെന്താ പ്രശ്നം? എന്നാ സുഹൃത്തുക്കളെ, അയ്യൂബ് നബിയുടെ ഈ സംഭവത്തെ കുറിച്ച് ഞങ്ങളാരും പറഞ്ഞിട്ടില്ലാത്ത തനിച്ച ഇസ്രായേലി കഥ ആരാ പറയുന്നത്? അനസ് മുസ്ലിയാർ. അയ്യൂബ് നബിയുടെ 16 കുട്ടികളെ കൊന്നത് ശൈത്താൻ ഇടപെട്ടിട്ടാണ്. അയ്യൂബ് നബിയുടെ സ്വത്ത് നശിച്ചത് ശൈത്താൻ ഇടപെട്ടിട്ടാണ്. അയ്യൂബ് നബിയുടെ കാലികൾ നശിച്ചത് ശൈത്താൻ ഇടപെട്ടിട്ടാണ്. കേട്ടോളൂ, നോക്കിക്കോ. ഇബ്നു ജരീറിന്റെ തഫ്സീർ തന്നെ, തഫ്സീറു തബ്രി തന്നെ അയ്യൂബ് നബിയുടെ ചരിത്രം ഇവിടെ വിശദീകരിക്കുന്നില്ലേ?
എന്താ അയ്യൂബ് നബിയുടെ ചരിത്രം തബരി പറഞ്ഞത്? മറിച്ച് നോക്കും മടവൂരികളുടെ പിന്നാലെ പോകണ്ടല്ലോ, അവരോട് കൂട്ടുചേരണ്ടായിരുന്നല്ലോ. പക്ഷേ കൂട്ടുചേർന്നതിന്റെ അനുഭവമാണ് നിങ്ങൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനു നന്ദിയുള്ള അടിമയായിക്കൊണ്ട്, പടച്ചതമ്പുരാനോട് നന്ദിയുള്ള അടിമയായിക്കൊണ്ട് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ കഴിച്ചു കൂട്ടുമ്പോ ലഅനത്താക്കപ്പെട്ട പിശാച്, ആ പിശാച് റബ്ബിനോട് പറയുകയാണ്, ഇലാഹി, അയ്യൂബ് നിന്നോട് നന്ദിയുള്ളവൻ തന്നെ, പക്ഷേ അവൻ നിന്നോട് നന്ദി കാണിക്കുന്നത്, അവൻ തൗഹീദിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, അവൻ നിനക്ക് വേണ്ടി വാദിക്കുന്നത്, നീ ഒരുപാട് സമ്പത്ത് കൊടുത്തത് കൊണ്ടാണ് തമ്പുരാനെ, ധാരാളം സമ്പത്ത് നീ അവന് നൽകിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നാഥാ നീ അവന്റെ സമ്പത്ത് പിൻവലിച്ചാൽ അവൻ നന്ദി കെട്ടവനായി തീരും. പടച്ചതമ്പുരാനെ, പടച്ചതമ്പുരാൻ ശൈത്താനോട് പറഞ്ഞു, അതേ നീ ഇടപെട്ടുകൊള്ളുക അവന്റെ സമ്പത്തിൽ. പിശാചി ഇടപെട്ടു, അവൻ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമ്പത്തിൽ ഇടപെട്ടു. അതിനുള്ള അധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അദ്ദേഹത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കപ്പെട്ടു, അദ്ദേഹത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കപ്പെട്ടു. അങ്ങനെ സമ്പത്ത് മുഴുവൻ നശിച്ച് ദരിദ്രനായി തീർന്നു മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അവന്റെ മക്കളുണ്ടല്ലോ 16 മക്കൾ, ആ 16 മക്കളെ കൊണ്ട് നീ അവനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹം നീ എടുത്തു മാറ്റിയാൽ, ആ മക്കളെ നീ തിരിച്ചു വിളിച്ചാൽ, ഇല്ല, ഒരിക്കലും അവൻ നിന്നോട് നന്ദി കാണിക്കില്ല, അവൻ നന്ദി കെട്ടവനായി മാറിപ്പോകും. ശൈത്താൻ ഉറപ്പിച്ച് പടച്ച തമ്പുരാനോട് പറയുമ്പോ പടച്ചവൻ ഇതാ പറയുകയാണ്, എങ്കിൽ അവന്റെ മക്കളുടെ കാര്യത്തിൽ ഇടപെട്ടുകൊള്ളുക. ഇല്ല, അയ്യൂബിനെ പിഴപ്പിക്കാൻ കഴിയില്ല, നീ ഇടപെട്ടാലും. പിശാചി അദ്ദേഹത്തിന്റെ മക്കളുടെ കാര്യത്തിൽ ഇടപെട്ടു. ആ മക്കൾ രോഗബാധിതരായി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ 16 മക്കൾ മരണപ്പെട്ടു. ഒരാളല്ല, രണ്ടാളല്ല, മൂന്നാളല്ല, 16 മക്കൾ അയ്യൂബ് നബിയുടെ മുന്നിൽ നിന്നുകൊണ്ട് പിടഞ്ഞു വീണ് മരിക്കേണ്ട കാഴ്ച അയ്യൂബ് നബി കാണേണ്ടി വന്നു. പക്ഷേ അയ്യൂബ് നബിയുടെ തൗഹീദിൽ വ്യതിയാനമില്ല, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിശ്വാസത്തിൽ വ്യതിയാനമില്ല. വീണ്ടും ലഅനത്താക്കപ്പെട്ട പിശാച് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, ഇലാഹി, പടച്ച തമ്പുരാനെ, അവന്റെ മക്കളൊന്നൊന്നായി മരിച്ചിട്ടും അവൻ നിന്നോട് നന്ദികേട് കാണിക്കുന്നില്ല, അവൻ തൗഹീദിൽ നിന്ന് പിന്മാറുന്നില്ല. എന്നാൽ പടച്ചവനെ, അവൻ തൗഹീദിൽ നിന്ന് പിന്മാറാത്തത്, നിന്നോട് നന്ദി കാണിക്കുന്നത് അവൻ ആരോഗ്യമുള്ളത് കൊണ്ടാണ്. ആ ആരോഗ്യം നീ എടുത്തു മാറ്റിയാൽ ഒരിക്കലും അയ്യൂബ് നിന്നോട് നന്ദി കാണിക്കില്ല പടച്ച തമ്പുരാനെ. പടച്ച തമ്പുരാൻ പറഞ്ഞു, ഇല്ലടോ, ഇല്ല, അവന്റെ ആരോഗ്യം പോയാലും നന്ദിയുള്ള അടിമ തന്നെ. പടച്ചവൻ പറഞ്ഞു, ഇടപെട്ടുകൊള്ളുക അവന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ, അയ്യൂബിന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഇടപെട്ടുകൊള്ളുക. പിശാച് ഇടപെട്ടു അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ. ഇതാ പിശാച് ഇടപെട്ടപ്പോ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം രോഗബാധിതനായി. അദ്ദേഹത്തിന്റെ ശരീരം ആസകലം വൃണാവൃതമായ ശരീരത്തിൽ നിന്ന് ഇതാ ചലം പുറത്തേക്ക് വരാൻ തുടങ്ങി. നിങ്ങൾ ആരെങ്കിലും കേട്ടോ അങ്ങനെ വിവരണം അയ്യൂബ് നബിനെ പറ്റി? ഞാൻ പ്രസംഗിച്ചണോ? 16 കുട്ടികൾ മരിച്ചതും പിശാച് ഇടപെട്ടിട്ട്, കാലികൾ ചത്തതും പിശാച് ഇടപെട്ടിട്ട്, സമ്പത്ത് നശിച്ചതും പിശാച് ഇടപെട്ടിട്ട്, രോഗം വന്ന് വ്രണാവൃതമായതും പിശാച് ഇടപെട്ടിട്ട്, അയ്യൂബ് നബിയുടെ രോഗത്തിൽ പിശാചിന് പങ്കിട്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ തന്നെ നമ്മളെ പേരിൽ ശിർക്ക് നമ്മൾ പറഞ്ഞു, വൈറസും ബാക്ടീരിയയും ഫംഗസും ഒക്കെ രോഗത്തിന് കാരണമാകുന്നത് പോലെ ജിന്ന് അല്ലെങ്കിൽ പിശാച് ശരീരത്തിൽ പ്രവേശിച്ചാലും രോഗമുണ്ടാകാം. അത്രേ ഉള്ളൂ, അതൊരു പരീക്ഷണമായിരുന്നു. എന്നാ സുഹൃത്തുക്കളെ, ഇതൊക്കെ പറഞ്ഞത് ആരാണ് ഇവിടെ അന്ധവിശ്വാസം കൊണ്ടുവന്നത്? നിങ്ങൾ പറ. ഞങ്ങൾക്കെതിരെ ശിർക്കാരോപിച്ച് നടക്കുന്ന ആളല്ലേ ഇയാള്? ഇനി ഇയാള് പറയാണ്, ഏർവാടി പോയി രോഗം മാറി, അല്ലെങ്കിൽ ഗുരുവായൂർ പോയി കുട്ടിനെ കിട്ടി, അതൊക്കെ ശൈത്താന്റെ പണിയാണ്. കേട്ടോളൂ. കണ്ണിൽ നിന്നിങ്ങനെ കണ്ണീര് വന്നുകൊണ്ടിരിക്കും. അതെന്താണ് കാര്യം? നമ്മുടെ ആളുകൾക്ക് അങ്ങനെയാണല്ലോ വിശ്വാസമുള്ളത്. എടോ, ഏർവാടി പോയിട്ട് ഓപ്പറേഷൻ നടന്നല്ലോ, അത് അനുഭവല്ലേ? ഏർവാടി പോയിട്ട് ഓപ്പറേഷൻ നടന്നല്ലോ, അത് അനുഭവല്ലേ? അതുപോലെ തന്നെ അവിടെ ചെന്നിട്ട് രോഗം മാറിയല്ലോ, അത് അനുഭവല്ലേ? ഗുരുവായൂർ പോയിട്ട് കുട്ടിയെ കിട്ടിയല്ലോ, അത് അനുഭവമല്ലേ? അങ്ങനെ പല പല അനുഭവങ്ങളും ഉണ്ടാകാറുണ്ടല്ലോ. അങ്ങനെ രോഗം മാറാറുണ്ടല്ലോ, പ്രയാസം നീങ്ങാറുണ്ടല്ലോ. അതുപോലെ ഈ മന്ത്രവാദി എടുക്ക പോകുമ്പോൾ കാര്യങ്ങളൊക്കെ നേടാറുണ്ടല്ലോ. ഇങ്ങനെ സൈനബ് റളിയല്ലാഹു അൻഹാ അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോ, നിന്റെ കണ്ണിൽ നിന്നൊരാളെ കാണുമ്പോ കണ്ണീര് വരികയും അങ്ങനെ ഒരു മന്ത്രവാദി എടുക്ക പോയത് മാറുകയും ചെയ്യുമെന്ന് നീ പറഞ്ഞില്ലേ? അതിനുള്ള കാരണം ശൈത്താനാണ് കേട്ടോ, ശൈത്താനാണ് കേട്ടോ.
അപ്പൊ ഏർവാടി പോയാൽ രോഗം മാറുന്നതും ഗുരുവായൂർ പോയാൽ കിട്ടുന്നതും നിങ്ങൾ കണ്ണിന് രോഗം വന്നിട്ട് മന്ത്രവാദിന്റെ അടുത്ത് പോയാൽ മാറുന്നതൊക്കെ ശൈത്താനാണ് കേട്ടോ. ആരാ അന്ധവിശ്വാസം കൊണ്ടുവരുന്നത്? ഞങ്ങളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ, ഇതൊന്നും ഞങ്ങൾ പറഞ്ഞതല്ലല്ലോ. നിങ്ങൾ ഇന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുകയും. ഇനി കേട്ടോളൂ സുഹൃത്തുക്കളെ, ജിന്നു ബാധുണ്ട്, ബാധിച്ചാൽ ഓതലുണ്ട്, ഓതിയ ഇളകലുണ്ട്, ഹാളിറാകലുണ്ട്, സംസാരിക്കലുണ്ട്. കേട്ടോളൂ. ഒരാൾക്ക് ജിന്നു ബാധിച്ചിരിക്കുന്നു, ആ ജിന്നു ബാധിച്ച ആളെ ഓതുകയാണ്, അല്ലെങ്കിൽ അയാൾക്ക് ഓതിക്കൊടുക്കുകയാണ്. വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഓതിക്കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഹദീസ് കൊണ്ട് ഓതിക്കൊടുക്കുക, അല്ലെങ്കിൽ ഹദീസിൽ വന്ന വാരിതായിട്ടുള്ള വാചകങ്ങൾ കൊണ്ട് പറഞ്ഞ് അദ്ദേഹത്തെ മന്ത്രിക്കുകയാണ്. തെറ്റല്ല. 2011 ജൂൺ മാസത്തില് ജമിയത്തുൽ വിശദീകരണത്തില് അബ്ദുറഹ്മാൻ സലഫി ബാക്കിലുണ്ട്, മദനി ബാക്കിലുണ്ട്. തിരുത്തി കൊടുത്തോ? ജിന്നു ബാധിച്ചത് തിരിച്ചറിയാൻ റസൂലിനല്ലാതെ സാധിക്കൂല എന്നല്ലേ അബ്ദുറഹ്മാൻ സലഫിന്റെ വാദം. അപ്പൊ ഇയാൾ തിരിച്ചറിഞ്ഞിട്ടാ ഓതാൻ തുടങ്ങിയത്. അപ്പൊ ഇയാൾ ഇടക്കാലത്ത് നബിയായിട്ടുണ്ടോ? ഇയാൾക്ക് വഹി ഉണ്ടായിരുന്നോ? അന്ന് വഹിന്റെ അടിസ്ഥാനത്തിലല്ലാതെ തിരിച്ചറിയില്ല എന്നല്ലേ പറഞ്ഞത്. അങ്ങനെ ജിന്നുബാധ ഉണ്ടായ എന്താ വേണ്ടത്? സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോകല്ല, ഓതിക്കൊടുക്കണം. അതാണ് റുഖ്യ ശർഇയ്യ. ഹദീസിൽ വന്ന വാരിദായ ദിക്റുകൾ കൊണ്ട് മന്ത്രിക്കണം. അത് തെറ്റല്ല. സക്കരിയ സലാഹി മന്ത്രം കൊണ്ടുവരാ, ജിന്നുബാധ കൊണ്ടുവരാ. ആരാ കൊണ്ടുവരുന്നത്? കേട്ടോളി, ബാക്കി കേട്ടോളി. എന്നാൽ അതിനപ്പുറത്ത് ഇയാളിൽ ജിന്ന് ഹാജറാകുമ്പോൾ, ജിന്ന് ഹാളിറാകെന്ന് പറഞ്ഞാൽ തന്നെ ഖുറാഫിയായില്ലേ? മന്ത്രിക്കണ സമയത്ത് ജിന്ന് ഹാളിറാകുത്രേ. ഹാളിറാകുമ്പോ മന്ത്രിക്കുന്ന ആൾ അയാളോട് സംസാരിക്കത്രേ. ഹാളിറായ രോഗിയുടെ നാവിലൂടെ സംസാരിക്കുന്നത് പിന്നെ ജിന്നായിരിക്കും, അത് മനുഷ്യനാവൂല. അപ്പൊ തമിഴൻ ജിന്ന് കേറിയാ തമിഴ് സംസാരിക്കും, കന്നഡ ജിന്ന് കേറിയാ കന്നഡ സംസാരിക്കും, യൂറോപ്യൻ ജിന്ന് കേറിയാ യൂറോപ്യൻ ഭാഷ സംസാരിക്കും. സക്കരിയ സലാഹി അല്ല, അനസ് മുസ്ലിയാർ. കേട്ടോളി. ഈ മന്ത്രിക്കുന്നയാൾ അയാളോട് സംസാരിക്കാൻ തുടങ്ങും. എവിടുന്നാ വന്നത്? ആരാണ് നിങ്ങൾ? അത് ഗോപാലനാണ്. എവിടെയാ താമസം? അത് കട്ടുപ്പാറ കലിങ്ങിനടിയിലാണ്. എന്താ സംഭവിച്ചത്? അത് ഞാൻ പണ്ട് വണ്ടി ആക്സിഡന്റിൽ പെട്ട് മരിച്ച ആളാണ്. അപ്പൊ വസുമതി എന്ന് പറഞ്ഞിട്ട് കെട്ടിത്തൂങ്ങിയ വേറെ ഒരുത്തി ഉണ്ടായിരുന്നല്ലോ, അവളിപ്പോ എവിടെയാണ്? അപ്പൊ ഈ മന്ത്രിക്കണാക്ക് വേറൊരു ജിന്നിനെ ഇളക്കിയപ്പോൾ അവിടുന്ന് കിട്ടിയതാണ് ഈ വസുമതി. അപ്പോൾ ഇറക്കി വിട്ടിട്ടുണ്ട്. വസുമതി ഇപ്പോൾ എവിടെയാണ്? വസുമതി കട്ടുപ്പാറ കലിങ്ങിന്റെ അങ്ങേയറ്റത്ത് ഇപ്പോൾ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ അവൾ ഏതെങ്കിലും ശരീരത്തിലുണ്ടോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ശരീരത്തിൽ വസുമതി ഉണ്ടോ? അവൻ പറയല്ല, വസുമതി ഇപ്പോ ആരുടെ ശരീരത്തിൽ ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. അവളിപ്പോ അലഞ്ഞടക്കണം, അനാഥപ്രേതാണ്, ഒരു കൂടാരം കിട്ടിയിട്ടില്ല. കണ്ടില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കും. മൂപ്പര് പഴയ സാഹിറാണ്, സ്വന്തം സീർ ചെയ്ത ആളാ, പരിചയം ഉണ്ടല്ലോ, ഹുറാബി എന്നല്ലോ, ആലിന്റെ എല്ലൊക്കെ സീർ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സുബൈറിനെ പറഞ്ഞിട്ടുണ്ട് ഇയാളെ പറ്റി. അപ്പൊ അങ്ങനെ മൂപ്പര് ഇന്റർവ്യൂ നടത്തുകയാണ്. അങ്ങനെ ഇന്റർവ്യൂ നടത്തി കട്ടുപ്പാറ കലിങ്ങിനടിയിലാണോ അപ്പുറത്താണോ ആരാൻ അയച്ചത്, എന്താ അഡ്രസ്, അങ്ങനെയൊന്നും വിശദമായി ഇന്റർവ്യൂ നടത്തിയാൽ അത് റുഖിയാകൂല എന്നാ മൂപ്പര് പറയുന്നത്. ആയിക്കോട്ടെ, അപ്പൊ റുഖിയ ഉണ്ടല്ലോ, സംസാരിക്കുമല്ലോ, ഇങ്ങോട്ട് സംസാരിക്കുമ്പോ അങ്ങോട്ട് മറുപടി പറയുമല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞ ജിന്ന് കേൾക്കുമല്ലോ, ജിന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കുമല്ലോ. ഇപ്പൊ ഒക്കെ ശിർക്കല്ലേ, ഒക്കെ ശിർക്കാന്ന് പ്രഖ്യാപിച്ച 2011 നിങ്ങൾ ജമിയത്തിന്റെ വിശദീകരണം പറഞ്ഞ് നൂർഷയുടെ കാർമ്മികത്വത്തിൽ എറണാകുളത്ത് പറഞ്ഞത്. തിരുത്തി കൊടുത്തോ? ഇനി കേട്ടോളൂ, പിശാച് കളവ് പറയുന്നത് കേട്ടോളൂ. സംസാരിക്കുന്നു. ഇപ്പോ ഒരു വിശദീകരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരു സുഹൃത്ത് തന്റെ അനുഭവം ആലുവയിൽ വെച്ചുകൊണ്ട് പറഞ്ഞത്, അതായത് ജിന്ന് ബാധിച്ചു എന്ന് പറയപ്പെട്ട ഒരാളെ ചികിത്സിക്കുവാൻ വേണ്ടി പോയാളുടെ കൂട്ടത്തിൽ പോയ ആളാണ് ഇദ്ദേഹം. അങ്ങനെ ഇദ്ദേഹം ഖുർആന്റെ ആയത്ത് ഓതിയിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോ ആ മറ്റേയാള്, അഥവാ ഈ മറ്റേ ജിന്ന് ബാധിച്ചു എന്ന് പറയപ്പെടുന്ന ആള് പറയും, എനിക്ക് പൊള്ളുന്നുണ്ട്. അതെങ്ങനെയാ പറയുന്നത് മൗലവി എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മുഖത്തേക്ക് തണുത്ത വെള്ളം അടിച്ചാൽ നിങ്ങൾ എന്താ പറയാ? പൊള്ളുന്നു എന്ന് പറയോ? ബോധമുള്ളൊരു മനുഷ്യൻ പറയോ? ഇല്ലല്ലോ. നിങ്ങളുടെ മുഖത്തേക്ക് തണുത്ത വെള്ളം അടിച്ചാൽ തണുക്കണുണ്ടേ പറയുള്ളൂ, മുഖത്ത് വെള്ളം അടിക്കൽ എനിക്ക് തണുക്കുന്നു എന്നല്ലേ പറയുള്ളൂ. അപ്പൊ ഇവിടെ ഈ പൊള്ളുന്നു എന്ന് അയാൾ പറഞ്ഞത്, അത് നിങ്ങൾ കേട്ടതാണോ? കേട്ടതാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, അദ്ദേഹമാണോ? അദ്ദേഹമല്ല, അദ്ദേഹത്തിന് തണുക്കാനല്ലേ പറ്റുള്ളൂ. പിന്നെ പൊള്ളുന്നു എന്ന് അദ്ദേഹം പറയണത്. അപ്പൊ ആ പറഞ്ഞത് ആരാ? അപ്പൊ അദ്ദേഹം പറഞ്ഞു ശൈത്താനാണ്. അപ്പൊ ശൈത്താനാണ് പറഞ്ഞ് സമ്മതിച്ചു. ഇനി നമ്മൾ ചിന്തിക്കട്ടെ, ശൈത്താൻ സത്യം പറയൂ? കണ്ടോ? അപ്പൊ പിശാച് ബാധിച്ച ആളെ ഓതിക്കൊടുക്കുകയാണ്. ഓതിക്കൊടുക്കുമ്പോ ഓതുന്ന ആള് വെള്ളത്തിൽ മന്ത്രിച്ചിട്ട് അതിങ്ങനെ സ്പ്രേ ചെയ്യാണ്. അപ്പൊ ഇയാൾ പറഞ്ഞു പൊള്ളുന്നു എന്ന് പറയുന്നു.
വെള്ളം അടിച്ചാൽ മനുഷ്യന് തണുക്കല്ലേ ചെയ്യാ. ആ അനസ് മുസ്ലിയാർ വാദപ്രതി നടത്തി സമ്മതിപ്പിച്ചു. ആ പറയുന്നത് ഈ മനുഷ്യനല്ല, അയാളെ ശരീരത്തിൽ കൂടിയ ശൈത്താനാണ്. സമ്മതിപ്പിച്ചു മൂപ്പര്. കണ്ടോ? അപ്പൊ അങ്ങനെ സംസാരിക്കും. പക്ഷെ ശൈത്താൻ ആ പറഞ്ഞത് കളവാണ്. അത് മൂപ്പര വകയിൽ കളവ് ഇരിക്കട്ടെ. എന്തായാലും ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇതൊന്നും സക്കരിയാ സലാഹി പ്രസംഗിച്ചതല്ലല്ലോ. ഇനി നിങ്ങൾ കേട്ടോ, നമ്മളെ അബ്ദുറഹ്മാൻ സലഫി തന്നെ പറയാണ്, ഉഖ്റുജ് അദുവല്ലാ എന്ന് പറയാം ജിന്നിറക്കുന്ന നേരത്ത്. ജിന്ന് കേറും. കേറി ഇറക്കലുണ്ടോ? ഇറക്കലുണ്ട്. ഇറക്കുമ്പോ എന്തൊക്കെ പറയാ? മൂപ്പര് ഉപദേശം കൊടുക്കണം. ജിന്നിറക്കുന്ന ആളുകൾക്ക് ഒരു ഉപദേശം കേട്ടോളി. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ജിന്നിറക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന മിക്ക ആളുകളും ഈ വസ്തുത മനസ്സിലാക്കാത്തവരാണ്, അശ്രദ്ധരാണവർ. അതുകൊണ്ട് ഞാൻ അവരെ ഉപദേശിക്കുന്നു, ഫഅൻസഹുഹും ഇൻ ഇസ്തമറു ഫീ മിഹ്നതിഹിം അല്ലാ യസീദു ഫീ മുഖാതബതിഹിം അലാ ഖൗലി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖ്റുജ് അദുവല്ലാഹ് مذكرا لهم بقوله تعالى فليحذر الذين يخالفون عن أمره أن تصيبهم فتنة أو يصيبهم عذاب أليم والله المستعان ولا حول ولا قوة إلا بالله. അവർ ചെയ്യാണെങ്കിൽ ഈ ഒരു വാക്ക് മാത്രമേ അവർ പറയാവൂ, ഉഖ്റുജ് അദുവല്ലാഹ്. അത് നബിൻ്റെ മുഅ്ജിസാത്തിൽപ്പെട്ടതാണ് ആ സംഭവങ്ങളെന്ന് ഇബ്നു അബീ ശൈബ പറഞ്ഞതും അതേപോലെ തന്നെ അൽബാനി തന്നെ നേരത്തെ ഉദ്ധരിച്ചതും ഞാൻ വായിച്ചു കേൾപ്പിച്ചു. ഇനി ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ ജിന്നിനോട് പറയുകയാണെങ്കിൽ തന്നെ നബി പറഞ്ഞ അത്രേ പറയാവൂ, ഉഖ്റുജ് അദുവല്ലാഹ്. നബി പറഞ്ഞതിനെ മുഴുവൻ അയാൾക്ക് പറയാൻ പാടില്ല. വഅന റസൂലുള്ളാഹ് കൂടി നബി പറഞ്ഞല്ലോ, ഇയാൾ റസൂലല്ല. അപ്പോൾ പറയുകയാണെങ്കിൽ ഉഖ്റുജ് അദുവല്ലാഹ് എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് മസ്മുക്കി മുതസവ്വിജത്തുൻ അൻതി അനസറാനിയത്തിൻ അൻതി മാദിയാനതുകി ഐന തസ്കുനീന കൈഫ ദഖൽതിൽ ജസദ വമതാ ദഖൽതി വഐന തസ്കുനീന ഫീ ജസദിഹി. ഈ ജാതി ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നതിന് യാതൊരു അടിസ്ഥാനവും ഒരു തെളിവും ഇല്ല എന്നാണ് ഇമാം അൽബാനി അതേപോലുള്ള പണ്ഡിതന്മാർ. അപ്പൊ ജിന്ന് കേറിയ ജിന്നിറക്ക, അങ്ങനെ ജിന്നിറക്കണ ആളുകളുണ്ട് എന്നാണ് മൂപ്പര് പറയുന്നത്. അവർക്കൊരു ഉപദേശം മൂപ്പര് കൊടുക്കുകയാണ്. നിങ്ങൾ പിന്നെ എൻ്റെ പേരെന്താണ്, ഇജ്ജ് കല്യാണം കഴിച്ചണോ, എൻ്റെ ഫോൺ നമ്പർ എന്ന് പറഞ്ഞാൽ ആരാ അയച്ചത്, കട്ടുപ്പാറ കലിങ്ങിനടിയിലാണോ താമസം, അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല. ഉഖ്റുജ് അദുവല്ലാഹ്, അള്ളാന്റെ ശത്രു നീ പുറത്തു പോ എന്ന് പറയാം. അപ്പൊ പുറത്തു പോന്ന് പറഞ്ഞാൽ അകത്തുണ്ടാകണ്ടേ? അത് മനസ്സിലാകണമെങ്കിൽ നബി ആകണമെന്നല്ലേ ഇയാളെന്നെ പറഞ്ഞത്. കണ്ടോ? ഉഖ്റുജ് നീ പുറത്തു പോണെങ്കിൽ അകത്ത് വേണ്ടേ? ആ അകത്തുള്ള അള്ളാന്റെ ശത്രു തന്നെ മനസ്സിലാകണ്ടേ? അപ്പൊ സുഹൃത്തുക്കളെ, ജിന്നിറക്കലുണ്ട്, ജിന്ന് കേറലുണ്ട്. പക്ഷേ ഇന്റർവ്യൂ ഒന്നും നടത്താൻ പാടില്ല, ഇറങ്ങിപ്പോന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. ഇനി നമ്മൾ അനസ് മുസ്ലിയാര് ഇപ്പൊ അടുത്ത് എനിക്കെതിരിൽ ശിർക്ക് ആരോപിക്കാൻ വേണ്ടി കടവത്തൂര കോക്കസ് കൊണ്ടുവന്നിട്ട് എന്റെ പെരന്റെ അടുത്ത് വന്നിട്ട് പറയാ, കേട്ടോളി. എങ്ങോട്ട് അയക്കണ്ട. ആ കുട്ടിക്ക് ഖുർആൻ അള്ളാഹുവിന്റെ റസൂൽ എടുക്കുന്ന ദീൻ പഠിച്ചിട്ട് ഒരാൾ പോവാ. ഒരു മനുഷ്യനെ ചങ്ങലക്കിട്ടിരിക്കും ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാ. ഇതൊന്നും മുജാഹിദ് പ്രസ്ഥാനത്തിൽ പറയാൻ ഒരു മടിയുണ്ടായിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനം ആ വിഷയത്തിൽ ബുക്ക് തന്നെ ഇറക്കിയ പ്രസ്ഥാന, അതിനെയും പരിഹരിച്ചല്ലേ നടക്കുന്നത്. ജമിയത്തുൽ ഉലമ ഒരു പുസ്തകം തന്നെ റുഖിയ ശറഇയ്യ എന്ന പേരിൽ ഇറക്കിയതാ. ചങ്ങലക്കിട്ടിരിക്കുന്ന ഒരു ഭ്രാന്തനെ ഒരാൾ വന്നിട്ട് ചോദിച്ചു, അല്ലെ ആരെങ്കിലും മന്ത്രിക്കോ? അള്ളാഹുവിന്റെ റസൂൽ അടുക്കൽ നിന്ന് ദീൻ പഠിച്ചു പോകുന്ന തൗഹീദുള്ള ആ വ്യക്തി അങ്ങ് ചെന്നു. എന്നിട്ട് ഓതിക്കൊടുത്തു, സൂറത്തുൽ ഫാത്തിഹ അങ്ങ് ഓതിക്കൊടുത്തു. ആ ഫാത്തിഹ അങ്ങ് കേട്ടു. ആ ഭ്രാന്ത് ബാധിച്ച് ചങ്ങലയിൽ കിടക്കുന്ന മനുഷ്യന്റെ ഭ്രാന്ത് മാറി എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. ആ ഫാത്തിഹ ഓതാൻ അറിയുന്നവൻ തന്റെ കുട്ടിക്ക് ഒരു പ്രയാസമുണ്ടായി, ഓതിക്കൊടുക്കൂ. ആളുകൾ നേരെ തലതിരിഞ്ഞ മനസ്സിലാക്കാന്ന് വെച്ചാല് കുറെ മരുന്ന് ചെയ്തു, അമൃതയെ കൊണ്ടുപോയി, ലക്ഷോറി കൊണ്ടുപോയി, പല ഹോസ്പിറ്റലും കൊണ്ടുപോയി, രോഗമൊന്നും മാറുന്നില്ല, അവസാനം ഇന്നായിരിക്കാം. അപ്പോ റുഖിയ ശറഇയ്യ നടത്തുന്ന കേന്ദ്രം നോക്കണം എന്നാ? അല്ല, എന്ത് പ്രയാസം ആദ്യം ഓതാനാ പറഞ്ഞത്. ആദ്യം ഡോക്ടറെ തരയല്ല വേണ്ടത്. എന്ത് പ്രയാസം ആദ്യം ഓതി കൊടുക്കുക വേണ്ടത്. ആദ്യം റുഖിയ ശറഇയ്യ നടത്താൻ വേണ്ടത്. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ആദ്യം ഡോക്ടറെ അടുത്ത് പോകണമെന്നല്ലേ? എന്നിട്ട് ഭൗതിക മരുന്നൊന്നും ഫലിക്കാതെ തോന്നുമ്പോ ഇത് ഇങ്ങനെ മരുന്നുകൊണ്ട് മാറുന്നല്ലാതെ മനസ്സിലാക്കിയിട്ട് റുഖിയ ചെയ്യാന്നല്ലേ? അതല്ല, ആദ്യം ഓതി കൊടുക്കാൻ വേണ്ടത്. ചെങ്ങലക്കിട്ടൊരു ഭ്രാന്തൻ, പിശാച് ബാധ മൂലം ഭ്രാന്ത് ബാധിച്ച ഒരു സഹാബി, ആ സഹാബിനെ ഫാത്തിഹ ഓതി മന്ത്രിച്ചു. ബുഖാരിയിലുണ്ട്, ബുഖാരിയിൽ ഇല്ലത്.
അവർ പവർ കൂട്ടുകയാണ്. അബൂദാവൂദ് എന്നൊക്കെയല്ലേ പറഞ്ഞാൽ ഒരു പവർ കുറവല്ലേ? ബുഖാരിയിലുണ്ട്, പിശാച് ബാധിച്ച ഭ്രാന്തനെ ഓതിക്കൊടുത്തു, ഫാത്തിഹ ഓതി മന്ത്രിച്ചു. അതുകൊണ്ട് എവിടെയും കൊണ്ടോണ്ട, നമ്മൾ തന്നെ ഓതി കൊടുത്താൽ മതി. അങ്ങനെ സ്വന്തം ചെയ്യണം, മരുന്ന് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞത് സക്കരിയ സലാഹി അല്ലല്ലോ. ഇനി നിങ്ങൾ നോക്ക്, ഓതിയാ മാത്രം പോരാ, പിശാച് ബാധിച്ച ഭ്രാന്തന്മാരെ മന്ത്രിക്കുമ്പോ നല്ലോണം തുപ്പല് കലർത്തി ഊതി കൊടുക്കണം കേട്ടോളൂ. അതുപോലെ തന്നെ റുക്കിയക്ക് വേണ്ടിയിട്ട് ഈ റുക്കിയ നടത്തുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ള നേർക്ക് നേരെ ഒരാൾ കോതി കൊടുക്കലാണ്. സഹാബത്ത് അവരും നമുക്കറിയാം, അതേ പിന്നെ ഭ്രാന്ത് ബാധിച്ച, പിശാച് ബാധ മൂലമുള്ള ഭ്രാന്ത് ബാധിച്ച ഒരു സഹാബി, ആ ഒരു വ്യക്തി, ആ വ്യക്തിയെ മന്ത്രിക്കുവാൻ വേണ്ടി ഒരു സഹാബി പോയ സംഭവം നമുക്കറിയാവുന്നതാണ്. ആ സന്ദർഭത്തിൽ നേർക്ക് നേരെ സൂറത്തുൽ ഫാത്തിഹ ഓതി കൊടുത്തു, ആ ഭ്രാന്ത് മാറി. ഹദീസുകളിൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ രൂപത്തിൽ ഒരാൾക്ക് നേർക്ക് നേരെ വിശുദ്ധ ഖുർആന്റെ ആയത്ത് ഊതിക്കൊടുക്കുക. ഭ്രാന്ത് ബാധിച്ച ആളാണെങ്കിൽ പോലും ഫാത്തിഹ ഓതിയിട്ട് ഊതി മന്ത്രിച്ചു കൊടുക്കുക വേണ്ടത്. അല്ലാതെ ലേക്ക് ഷോർ കൊണ്ടോയി, അമൃതയെ കൊണ്ടോയി, മിംസ് കൊണ്ടോയി എന്നിട്ട് പിന്നല്ല. ഇതൊന്നും സക്കരിയ സലാഹി പറഞ്ഞതല്ലല്ലോ. ഇനി നിങ്ങൾ നോക്കൂ, എവിടെയും പോണ്ടെന്ന് പറഞ്ഞ ആള് അവസാനം മൂപ്പരെന്ത് ചെയ്തു? ഡോക്ടർ സുബൈറിന്റെ അടുത്ത് പോയി. സക്കരിയ സലാഹി ഒരു രോഗിയോട് ഇഫ്നുർ റഹ്മാന്റെ അടുത്തൊന്ന് പോയി നോക്കിക്കൂടെ എന്ന് ചോദിച്ചു. അതാ വലിയ കേസ്. ഇപ്പോ ഡോക്ടർ സുബൈർ ഇഫ്നുർ റഹ്മാനെക്കാളൊക്കെ ഈ വിഷയത്തെ വളരെ മുൻപന്തിയിൽ നിൽക്കുകയും കേരളത്തിൽ ആദ്യമായിട്ട് റുഖിയ ശർഇയ്യ പിന്നെ കാണിച്ചു കൊടുക്കുകയും ചെയ്ത ആളാ. അദ്ദേഹത്തിന്റെ അടുത്ത് ഈ അനസുംസിയാർ പോയി കൂട്ടിക്കൊണ്ടുവന്നു, റുഖിയ നടത്താൻ കയ്യാളായി നിന്നു. ഡോക്ടർ സുബൈർ പറയുന്നത് കേട്ടോളൂ. സക്കരിയ മൗലവിയുടെ അടുത്ത് വന്ന രോഗിയെ അദ്ദേഹം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് മന്ത്രിച്ചപ്പോൾ ആ രോഗി വയലന്റ് ആകുകയും, അങ്ങനെ വയലന്റ് ആയ രോഗിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടെന്നുള്ളതിന്റെ പരിചയക്കുറവുകൊണ്ട് അദ്ദേഹം മറ്റൊരാളുടെ അടുത്തേക്ക്, അതായത് ഖുർആനും സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ചികിത്സിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിനടുത്തേക്ക് അയച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ അനസ് മൗലവി ചെയ്ത് അതുകൊണ്ട് അത് തന്നെ ആയിരിക്കാം. പലപ്പോഴും എൻ്റെ അടുത്ത് രോഗികൾ അയക്കുന്ന ആളുകൾക്ക് ഇത് മാനസിക രോഗമാണോ പൈശാചിക രോഗമാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി രണ്ടും കൂടെ പഠിച്ച ഒരാളെന്ന നിലയിൽ പലരും എന്നെ സമീപിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ വിഷയമല്ല. സക്കരിയ മൗലവിക്കെതിരെ അനസ് മൗലവി ഉന്നയിച്ച ആരോപണം എന്തുകൊണ്ട് അദ്ദേഹം തന്റെ കാര്യത്തിൽ അത് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. സക്കരിയ മൗലവി ഓതിയ ശേഷം രോഗി വയലന്റ് ആയപ്പോഴാണ് പരിചയമുള്ള ഒരാളുടെ അടുത്തേക്ക് അയച്ചത്. മറിച്ച് അനസ് മൗലവിന്റെ അടുത്തുള്ള രോഗി എന്ന് പറഞ്ഞാൽ ഓതിയ വയലന്റ് ആവുന്ന രോഗിയൊന്നുമല്ല. എന്നിട്ട് പോലും അത് അദ്ദേഹം പരിശോധിച്ച് നോക്കാതെ, ഒന്ന് പരീക്ഷിച്ച് പോലും നോക്കാതെയാണ് എന്നെ വിളിച്ച് ഒരു പണ്ഡിതനായ അദ്ദേഹം ചികിത്സിക്കാൻ ആവശ്യപ്പെട്ടത്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് MBBS ഡോക്ടർ എന്ന നിലയിലാണ് എന്നെ കൺസൾട്ട് ചെയ്തതെന്നല്ല. തീർച്ചയായിട്ടും അങ്ങനെയല്ല. അദ്ദേഹത്തിന് വീട്ടിൽ പോയി പൈശാചികമായ രോഗമാണ് എന്നതിൻ്റെ പേരിൽ ആ രീതിയിൽ ചികിത്സയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം എന്നെ കൊണ്ടുപോയത്. ഇനി അദ്ദേഹം അത് മറന്നുപോയിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. എന്നാൽ ഓർക്കാൻ വേണ്ടിയിട്ട് അതോടനുബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ പറയുകയാണ്. അദ്ദേഹം തിരിച്ച് കാറിൽ ഞങ്ങൾ പോരുമ്പോൾ അദ്ദേഹം മുൻപ് ചെയ്ത സിഹറുകളെ കുറിച്ചും സിഹർ ചെയ്ത് പ്രേമിച്ചു കിടന്ന സ്ത്രീ പുരുഷന്മാരെ ഇണക്കിവിട്ട കഥകളും ആലിൻ്റെ ലയിൽ അദ്ദേഹം സിഹർ ചെയ്ത കാര്യവും, അങ്ങനെ അദ്ദേഹം സിഹർ പഠിക്കാൻ ഉദ്ദേശിച്ച പുസ്തകത്തെക്കുറിച്ചും ആ പുസ്തകം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരാൾ തട്ടിക്കൊണ്ടുപോയ കാര്യമെല്ലാം വിവരിച്ചു തരികയുണ്ടായി. അദ്ദേഹത്തിന്റെ ജാഹിലിയ കാലത്ത് അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ ആരടുത്തും പോണ്ടതില്ല, നമ്മൾ എന്നെ ഓതി കൊടുത്താൽ മതി എന്ന് പറഞ്ഞ ആള് ആരടുത്ത് പോയി? സുബൈർ ഡോക്ടർ അടുത്ത് പോയി. തന്റെ കുടുംബത്തെ രോഗിയെ മൂപ്പര് കൊണ്ടുപോയി കാറിൽ തിരിച്ചു കൊണ്ടുപോയി ആക്കുമ്പോ മുമ്പ് ചെയ്ത സിഹിറിനെ പറ്റി, ആലിന്റെ അലി സിഹിർ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇന്നെന്തിനാ ഞങ്ങൾ സക്കരിയ സലാഹിനെ ആക്ഷേപിക്കുന്നത് എന്നാണ് ആര് ചോദിക്കുന്നത്? ഈ പറഞ്ഞ സുബൈർ ഡോക്ടർ ചോദിക്കുന്നത്. ഇനി സുഹൃത്തുക്കളെ, നാദാപുരത്ത് ഈ അടുത്ത് ഇയാൾ വാദപ്രതിവാദത്തിന് വ്യവസ്ഥ ചെയ്താൻ വേണ്ടി വന്നപ്പോ കുട്ടികളോട് പറയാണ്, ഞങ്ങൾ റുക്യാശയെ ശരിക്ക് നടത്തുന്ന ആളുകളാ, ഓതിയ കോമരം പോലെ ഇങ്ങനെ നിൽക്കും. കേട്ടോളി. നിങ്ങൾ ഏത് രോഗത്തുള്ളത്? ബോധം പോയോ? ജിന്ന് കൂടിയോ? ജിന്ന് കൂടിയാൽ അങ്ങനെയാ. കാരണം എന്ന് വെച്ചാൽ ജിന്ന് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ബോധം ഉണ്ടാവില്ല. അവ മനസ്സിലാക്കിക്കോ. അതിലുള്ള റുക്യ ശറയാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനൊക്കെ ഇങ്ങനെ ഓതിത്തരും. ഖുൽ ദുഅല്ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്ഫൽ അൻകും വലാ തഹ്വീലാ ഉലൈകല്ലദീന ജിന്ന് കൂടിയത് ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത അയ്യുഹും അഖറബ് യർജൂന റഹ്മതഹു വ യഖാഫൂന അദാബഹു ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറാ. അപ്പോൾ നിങ്ങൾക്ക് സഹിക്കണില്ല. അപ്പോഴേ ജിന്ന് ഇളകൽ. ചില ആളുകളെ സംബന്ധിച്ച് ഇറങ്ങിപ്പോകും, ചിലത് ഇളകിപ്പോകില്ല, അങ്ങനെ കോമറായിട്ട് അങ്ങനെ നിൽക്കും.
അപ്പോൾ ഇത് വളരെ വ്യക്തമായി വേർതിരിച്ച് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിച്ച റുക്കിയ ചെറിയ എന്ന് വെച്ചാൽ ഞങ്ങൾ നിഷേധിക്കുന്ന ഒരാളാണ്. അല്ല, റുക്കിയ ചെറിയ നല്ല രൂപത്തിൽ നടത്തുന്ന ആൾക്കാരാണ് ഞങ്ങൾ. കണ്ടോ, ജിന്നുകളെ ഇരുത്തി റുക്കിയ ചെറിയ നടത്തും. ഇഞ്ഞുണ്ടെങ്കിൽ മൂപ്പരടുത്ത് അയച്ചാൽ മതി. ഒക്കെ ഒന്ന് ശരിക്കും നടത്തുന്ന ആളാണ്. ഓതി അങ്ങനെ കോമരം പോലെ ഒന്ന് കൂന്ന്. ഞാനിതൊക്കെ കേൾപ്പിച്ചെന്തിനാണെന്നറിയോ? ഞങ്ങളെ പേരിൽ അന്ധവിശ്വാസം ആരോപിച്ച് നടക്കുന്ന, ഞങ്ങൾ പുതിയതെന്തൊക്കെ ഇറക്കുമതി ചെന്ന് പറയുന്ന ആൾ ഇങ്ങനത്തെ വല്ല ക്ലിപ്പ് ഞങ്ങളെ കുറിച്ച് ഇടാൻ പറ്റുമോ? അപ്പൊ സുഹൃത്തുക്കളെ, ഇതെല്ലാം ചില പോയത്തങ്ങളാണ്. സിഹിറിനെ നിഷേധിക്കുന്ന, കണ്ണേറിനെ നിഷേധിക്കുന്ന ആളുകളൊക്കെ അപ്പുറത്തുണ്ട്. ജിന്ന് എന്ത് ചെയ്താലും അതൊക്കെ ഭൗതികമാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയാണ് ജിന്ന് ചെയ്യുന്നൊക്കെ അഭൗതികമാണ്, ജിന്നിന്റെ കഴിവ് അഭൗതികമാണ്. ജിന്നിന്റെ കഴിവ് അഭൗതികമാണെന്നോ അല്ലല്ലാത്ത ആർക്കും ഒരു അഭൗതിക കഴിവും ഇല്ല എന്നാണ് സുഹൃത്തുക്കളെ നമ്മൾ ഇത്ര കാലം ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അല്ല എന്ന് പറയാൻ പറ്റുമോ? അള്ളാഹു അല്ലാത്തവർക്കും അഭൗതിക കഴിവുണ്ടെന്നുള്ള വാദം ആരെ വാദ? നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരെ വാദാണ്. കേട്ടോളൂ നെല്ലിക്കുത്ത് പറയുന്നത്. അഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്. അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആനിൽ ഒരായത്തും തെളിയിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ. അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്. സാധാരണമല്ല, അസാധാരണമാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ, മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്. ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. ഇപ്പൊ ഇവർക്ക് എവിടുക്ക എത്തിയത്? ഈ വാദക്കല്ല എത്തിയത്. അഭൗതികമായ കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന വാദം ശുദ്ധ കളവാണ്. അമ്പിയാക്കൾക്കും മൗലിയാക്കൾക്കൊക്കെ അഭൗതികമായ കഴിവുണ്ട്. വളരെ മുമ്പ് മുതൽക്കേ മുസ്യാക്കന്മാർ ഇത് വാദിക്കലുണ്ട്. അപ്പൊ നമ്മൾ കൊടുത്ത മറുപടി എന്താ? അമ്പിയാക്കൾക്കോ ഔലിയാക്കൾക്കോ മലക്കുകൾക്കോ ജിന്നുകൾക്കോ ആർക്കും അഭൗതിക കഴിവില്ല. ഇപ്പൊ പുതിയ 2012 തൗഹീദ് അനുസരിച്ച് എന്താ? ജിന്നും മലക്കും അഭൗതികാണ്. ജിന്നിന്റെയും മലക്കിന്റെയും കഴിവ് അഭൗതികമാണ്. ജിന്ന് എന്തു ചെയ്താലും, ജിന്നിനോട് എന്തു ചോദിച്ചാലും അത് ശിർക്കാണ്. അബ്ദുറഹ്മാൻ സൽവി പറഞ്ഞത് കേട്ടോളൂ. ആ ജിന്നിന്റെ കഴിവ് അദൃശ്യമായ കഴിവാണ്, അഭൗതികമായ കഴിവാണ്. അതുകൊണ്ട് അദൃശ്യമായ ജിന്നിനോട് ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നത് അദൃശ്യമായ രീതിയിലുള്ള ചോദ്യമാണ്, അഭൗതികമായ രീതിയിലുള്ള ചോദ്യമാണ്. അതുകൊണ്ടാണ് ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നതും ശിർക്കാണ്, ശിർക്കാണ്, ശിർക്കാണ് എന്ന് പറയുന്നത്. ഇത് സംശയിക്കണ്ട, ന്യായീകരിക്കാൻ പോകണ്ട. കണ്ടോ, അഭൗതികമായ കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന വാദം ശരിയല്ല. അത് ഖുർആനെതിരാണ്. നെല്ലിക്കുത്ത് വിഷയം അല്ലല്ലാത്തവർക്ക് അഭൗതിക കഴിവുണ്ട്. നമ്മൾ അവർക്ക് മറുപടി കൊടുത്തു. ഇതാ നമ്മുടെ 3 പുസ്തകങ്ങൾ. ഇസ്ലാമിന്റെ ജീവൻ എന്ന പുസ്തകം, കുഞ്ഞീദ് മദനി. അള്ളാന്റെ പടപ്പുള്ള ഒരാൾക്ക് അഭൗതിക കഴിവില്ല. AP അബ്ദുൽ ഖാദറിന്റെ ചോദ്യങ്ങൾ മറുപടികൾ. ജിന്നിന്റെ കഴിവ് അഭൗതികമല്ല. അൽമനാറിൽ മക്കത്തെ ഇമാമു വന്ന് കോഴിക്കോട് പ്രസംഗിച്ചത് അള്ളാഹു അല്ലാത്തവർക്ക് അഭൗതിക കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് തൗഹീദിനെതിരാണ്. PK മൂസ മൗലവി KM മൗലവി എന്ന പുസ്തകത്തിന്റെ മുഖവരിയിൽ എഴുതുക, അള്ളാഹു അല്ലാത്തവർക്ക് അഭൗതിക കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാണ്. 2007 ഫെബ്രുവരി 16 വിചിന്തനത്തിൽ എഴുതിയത് എന്താ? അഭൗതികമായ കഴിവ് എന്ന് പറയുന്നത് ജിന്നിനോ മലക്കിനോ ആർക്കില്ല. ജിന്നിന്റെയും മലക്കിന്റെയും കഴിവിന്റെ കാര്യകാരണം നമുക്ക് പിടികിട്ടുന്നില്ലെങ്കിലും അതിനെക്കുറിച്ച് അഭൗതികം എന്ന് പറയാൻ പാടില്ല. അങ്ങനെ ബുദ്ധിയും വകതിരിവുള്ളവർ പറയൂല. വേണ്ട, 2008 ജനുവരിയിൽ നമ്മുടെ അനസ് മുസ്ലിയാർ തന്നെ അമ്പലക്കടവ് പൈസ കൊടുത്ത മറുപടിയിൽ എന്താ പറഞ്ഞത് ഒന്ന് കേട്ടോളൂ. നിനക്ക് സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യല്ല, അള്ളാഹുവിന് മാത്രമേ കഴിയൂ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. ജിന്ന് ഗൈബിയായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. അല്ല, കഴിവില്ല. ജിന്ന് എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല, ഗൈബല്ല, കണ്ണിൽ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതൊക്കെ ഭൗതികമാണ്, ഭൗതികമായ പ്രവർത്തനങ്ങളാണ്. അതിന് തെളിവാണ് 3 പുസ്തകങ്ങൾ. എത്ര കൊല്ലമായി മുജാഹിദുകൾ എഴുതിയിട്ട് അതുപോലും വായിക്കാതെ, അതുപോലും പഠിക്കാതെ മുജാഹിദികൾ ഇപ്പൊ കണ്ടുപിടിച്ച നിലക്ക് എന്താ സാഹിബ്? ആരെങ്കിലും ചപ്പ്ളാ ചപ്പണമെങ്കിൽ അത് കയറി നിങ്ങൾ ചപ്പാതിക്കണം എന്തിനാ? അമ്പലക്കട പൈസയോട് ചോദിക്കാണ്,
ജിന്നിന് അഭൗതിക കഴിവില്ല. പൈസി അതിങ്ങനെ മടവൂരൽ കൊണ്ടെടുക്കണ്ട. നിങ്ങൾ എന്തിനാ കൊണ്ടെടുക്കുന്നത്? ഞങ്ങൾ മുമ്പേ പഠിപ്പിച്ചതാണ്, ജിന്ന് എന്ത് ചെയ്താലൊക്കെ ഭൗതികമാണ്. അഭൗതികമായി സഹായിക്കാൻ ഒരു ജിന്നിനും കഴിയില്ല, ഒരു മലക്കിനും കഴിയില്ല, വൈദ്യശേഖനും കഴിയില്ല, ബദരീങ്ങൾക്കും കഴിയില്ല. ഇത്ര വ്യക്തമായി നമ്മൾ പഠിപ്പിച്ച വിഷയമാണ്. അപ്പൊ സുഹൃത്തുക്കളെ, മുജാഹിദുകൾ പണ്ട് പഠിപ്പിച്ച വിഷയങ്ങളിൽ നിന്നും പിറകോട്ട് പോയത് ആരാണ്? നിങ്ങൾ പഠിക്കണം. വിജനപ്രദേശത്ത് വെച്ച് അള്ളാഹു അല്ലാത്ത വിളിക്കാമെന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറയില്ല. എവിടെ വെച്ചും അള്ളാഹുവിനെ മാത്രമാണ് വിളിക്കേണ്ടത്, അവനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്. വിജനമായ സ്ഥലത്തെത്തിയാൽ യാ ഇബാദല്ലാ എന്നല്ല, യാ അല്ലാ എന്നാണ് വിളിക്കേണ്ടത്. ഇവർ 2012 വരെ തൗഹീദ് മാറ്റി എടവണ്ണ ജാമിയയിൽ പോയി തൗബ ചെയ്തു. അത്തൂബ ഇലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ മാപ്പ് ചോദിക്കുന്നു. മാപ്പ് ചോദിച്ച് തൗബ ചെയ്യേണ്ടി വന്നത് ആരാ? വാദം മാറ്റിയവരാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദം മാറ്റിയവർക്ക് തൗബ ചെയ്യേണ്ടി വന്നു. ഞങ്ങൾ തൗബ ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് തൗബ ചെയ്യേണ്ട ഗതികേടുണ്ടായിട്ടില്ല. ഞങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പഴയ വാദത്തിലാണ് ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് ഈ കൊല്ലത്തുള്ള മുജാഹിദ് പ്രവർത്തകരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ വിഷയം പഠിക്കാൻ തയ്യാറാകണം. ഞങ്ങൾക്കിനി ഒന്നും കേൾക്കണ്ട, ഞങ്ങൾക്കൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്കൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാതെ നിങ്ങൾ ഈ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് ആരാണെന്ന് തിരിച്ചറിയേണ്ടതെന്ന്. ആശയക്കുഴപ്പങ്ങൾ ഖിയാമം വരെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇബ്ലീസിന്റെ പണിയാണത്. ഇസ്ലാമിക വിഷയങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി മുസ്ലിമീങ്ങളെ തീരിൽ നിന്ന് തെറ്റിക്കുക എന്നത് പിശാചിന്റെ അജണ്ടയാണ്. സംഘടനാ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്ത് ഒരു കൂട്ടം മുജാഹിദുകളെ ശിർക്കിലും മുശ്രിക്കാക്കി മുദ്രകുത്തി സംഘടന മാറ്റി നിർത്തി സംഘടനയിൽ ഏകാധിപത്യം നടത്തുന്നവർ ആരായാലും അവരെ നിങ്ങൾ തിരിച്ചറിയണം. ഈ സംഘടന ഒരിക്കലും തന്നെ തകരാൻ പാടില്ല, തളരാൻ പാടില്ല. ഇത് തൗഹീദിന്റെ ശബ്ദമാണ്. ഇതിന്റെ ശബ്ദം ഭിന്നിച്ചുകൂടാ. ഇനിയും ഈ ജനങ്ങൾക്കിടയിൽ ഈ സംഘടന അവഹേളിക്കപ്പെട്ടുകൂടാ. അതിനെന്തു വേണം? മുജാഹിദ് പ്രവർത്തകർ ഉണർന്നു പ്രവർത്തിക്കണം, ജാഗ്രതയോടെ പ്രവർത്തിക്കണം. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തിനർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വല്ലദീന യുഊദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ബിഗൈരി മക്തസബു, വിശ്വാസികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും അവർ ചെയ്യാത്ത കുറ്റ